നല്ല മഴയത്ത് ഇതുപോലുള്ള ചൂടുള്ള മസാലക്കടല കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ മസാലക്കടല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ്. ആവശ്യമായ ഉപ്പും ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണിന് താഴെ കായത്തിൻ്റെ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു 2 ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറാണ്. വേറെ കളറുകളൊന്നും കൂട്ടാത്തത് കാരണം ഞാൻ കുറച്ചധികമായിട്ട് തന്നെ കാശ്മീരി പൗഡർ ചേർത്തിട്ടുണ്ട്. ഒന്ന് കളറ് കിട്ടാനും കൂടി വേണ്ടിയാണ്. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു തിക്കായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കുക. ലൂസായിട്ടുള്ള മാവാണെങ്കിൽ കടലയിൽ പിടിക്കില്ല. അതുകൊണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഒരു തിക്കായിട്ടുള്ള രീതിയിൽ മാവ് ഉണ്ടാക്കിയെടുക്കണം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വേണമെങ്കിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. 1/2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. അത് മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയ മാവും കടലയും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മാവ് അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നല്ലോണം കുഴച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഓരോ കടലയും ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. തമ്മിൽ കൂടി കലരാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം കരിയും, ഉള്ളിലുള്ള കടല വേവില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് സാവകാശം വേവിച്ചെടുക്കണം. അവസാനം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചിട്ട് കോരിയെടുക്കുക. കടല എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയായ ക്രിസ്പിയായ ഈ കടല എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ്.